നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വാർത്ത ശ്രദ്ധിക്കാനിടയായി. അതായത് കേരള കോൺഗ്രസ് നേതൃത്വം വളരെയധികം സമ്മർദ്ദം ചെലുത്തുവാണ് UDF നേതൃത്വത്തിനുമേൽ, കോൺഗ്രസ് നേതൃത്വത്തിനുമേൽ. അതായത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ക്യാബിനറ്റ് പദവിയോടുകൂടി PJ ജോസഫിന് കൊടുക്കണം എന്നതാണ് സമ്മർദ്ദം. അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം ജോസഫ് സാറിനോട് പറയണമെന്ന് തോന്നി. അത് മറ്റൊന്നുമല്ല, എനിക്ക് അങ്ങയോട് VS അച്യുതാനന്ദൻ്റെ ആ ഒരു അനുഭവം അങ്ങയുടെ ശ്രദ്ധയിൽ പെടുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. അതായത് 2016 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് ജനങ്ങൾ ഒന്നടങ്കം LDFന് വോട്ട് ചെയ്തും ഒടുവിൽ വൻ ഭൂരിപക്ഷത്തോടെ LDF അധികാരത്തിൽ വന്നപ്പോൾ പൂച്ചക്കുട്ടിയെ എടുത്ത് വെളിയിൽ കളയുന്ന പോലെ VSനെ എടുത്ത് ദൂരെ എറിഞ്ഞ് പിണറായി വിജയൻ ആ കസേരയിൽ കയറി അങ്ങേയിരുന്നു മുഖ്യമന്ത്രിയായി. അതിന് പകരം പുള്ളിക്കൊരു സമാശ്വാസം എന്നുള്ള നിലയ്ക്ക് ഓഫർ ചെയ്തൊരു പദവിയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം. വളരെ വലിയ രീതിയിലാണ് അതിനെതിരെ VS അച്യുതാനന്ദനെതിരെ ആ സമയത്ത് വിമർശനമുയർന്ന് VS അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന ആളുകൾ പോലും ഉള്ളാലെ അത് തെറ്റായ തീരുമാനമായി പോയി, അങ്ങനെ ആ ഒരു സ്ഥാനം അച്യുതാനന്ദൻ ഏറ്റെടുത്തത് തെറ്റായിപ്പോയി എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ പോലും വിശ്വസിച്ചത്. അതായത് അധികാര കൊതി. ഒരിക്കലും അച്യുതാനന്ദനെ പോലെ ഒരാളെ കീഴ്പ്പെടുത്താൻ പാടില്ലായിരുന്നു. അത് അത്രയും നാളും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത പ്രതിച്ഛായയെ പോലും, അതായത് ഒരു അധികാര സ്ഥാനത്തിനു വേണ്ടി എന്തും അടിയറവ് വെക്കാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരാൾ അധപ്പതിക്കുന്നതിൻ്റെ ഒരു കാഴ്ചയാണ് പൊതുസമൂഹം കണ്ടത്. അദ്ദേഹത്തിന് പറയാമായിരുന്നു, വേണ്ട, എനിക്ക് ഇത്രയും പ്രായമായി, ഞാൻ ഇനി വിശ്രമിക്കട്ടെ, ഇനി ഞാനൊരു വിശ്രമ ജീവിതം നയിക്കട്ടെ, ഈ ഒരു പദവിയിലിരുന്ന് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല, ഈ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് ഇനിയും ജീവിച്ച് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതെ കുറേ സ്റ്റാഫുകളെ നിയമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന് അന്തസ്സായിട്ട് പറഞ്ഞ് അച്യുതാനന്ദൻ മാറിയിരുന്നെങ്കിൽ അവസാന കാലത്ത് അദ്ദേഹം നേടിയ ഒരു ആവശ്യവുമില്ലാത്ത ഒരു ജനങ്ങളിൽ നിന്ന് നേടിയെടുത്ത ഒരു വിയോജിപ്പ് അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു. അത് തന്നെയാണ് ജോസഫ് സാറും നേടിയെടുക്കാൻ പോകുന്നത്. അദ്ദേഹം, ഒരു സംശയവുമില്ല, PJ ജോസഫ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമുന്നതനായ നേതാക്കളിൽ ഒരാൾ തന്നെയാണ്. അഴിമതിയുടെ ഒരു കറ പോലും അദ്ദേഹത്തിൽ പതിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പൊതുസമൂഹവും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് അനാരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടിപ്പോൾ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പദവി ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജോസഫ് സാറാണ് ആലോചിക്കേണ്ടത്. അദ്ദേഹത്തോട് ഒരുപാട് ഇഷ്ടമുള്ള, സ്നേഹമുള്ള, ആരാധനയുള്ള ഒരുപാട് നേതാക്കൾ കേരള കോൺഗ്രസിൽ ഉണ്ടാവും, പാർട്ടിയിലുണ്ട്, തീർച്ചയായിട്ടും അണികളുമുണ്ട്, ഒരുപാടുണ്ട്. പക്ഷേ ആ അണികളൊന്ന് ചിന്തിക്കണം, നിങ്ങൾ ഈ അമിത സ്നേഹം കാണിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുള്ള ഒരു മതിപ്പും പിന്തുണയും സ്നേഹവും ഒക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാണ്, അദ്ദേഹത്തെ ഒരു പരിഹാസ കഥാപാത്രമാക്കുകയാണ്. എന്തിനാണ് ഈ ഒരു വൈകിയ വേളയിൽ, ഈ ഒരു ജീവിത സായാഹ്നത്തിൽ പൊതുസമൂഹത്തിൻ്റെ വെറുപ്പ് സമ്പാദിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളവരായി മാറി അദ്ദേഹത്തെ വിശ്രമിക്കാൻ അനുവദിക്കൂ. ഇനിയുള്ള കാലം അദ്ദേഹത്തിൻ്റെ മകൻ്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് മകനെ നല്ലൊരു ജനപ്രതിനിധി ആക്കാൻ ഉള്ള ശ്രമങ്ങൾ നടത്താൻ ജോസഫ് സാറിനോട് പറയൂ. അതുകൊണ്ട് ജോസഫ് സാറിനോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പദവി അങ്ങ് ഏറ്റെടുക്കരുത്. എന്നും ജനമനസ്സുകളിൽ നല്ല ഒരു ജനനായകനായി, ഒരു ജനനേതാവായി, ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നേതാവായി അങ്ങ് തുടരണം. താങ്ക് യു.